പ്രിയ സജ്ജനങ്ങളെ, സാദരനമസ്കാരം. ഏകാത്മതാ സ്തോത്ര പഠനത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ ഭരതർഷി കാളിദാസ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിൽ ഭരതമുനിയെക്കുറിച്ച് നാം ഇന്നലെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് കാളിദാസനെ കുറിച്ചാണ്. കാളിദാസൻ സ്വന്തം പേരിനും പ്രശസ്തിക്കും മുതിരാത്ത ഭാരതീയ പാരമ്പര്യത്തിൻ്റെ പര്യായമാണ് കാളിദാസൻ. സുപ്രസിദ്ധനാണ് അദ്ദേഹം, അതീവ കഴിവുറ്റ പ്രതിഭയാണ്. പക്ഷേ ഈ സാഹിത്യകാരനെ കുറിച്ച് ആധികാരികമായ ഒരു രേഖയും ലഭ്യമല്ല. എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് ധാരാളം കഥകളുണ്ട്. അതിൽ വളരെ പ്രശസ്തമായൊരു കഥ ഇതാണ്. ജന്മനാ മഹാവിഡ്ഢിയായിരുന്ന ഒരു ഇടയ ചെറുക്കൻ ഒരു ദിവസം മരക്കൊമ്പിലിരുന്ന് താനിരിക്കുന്ന കൊമ്പിൻ്റെ കട മുറിക്കുകയായിരുന്നു. ആ സമയം അതിലേ വന്ന കാശി രാജാവ് ഭീമസേനന്റെ ഭടന്മാർ അവനെ കൂട്ടി കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. വരരുചിയെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ച തൻ്റെ മകൾ വാസന്തിയെ ഒരു പാഠം പഠിപ്പിക്കാൻ ഉദ്ദേശിച്ച് രാജാവ് ഒരു വിഡ്ഢിയെ കൊണ്ടുവരാൻ പറഞ്ഞതനുസരിച്ച് പുറപ്പെട്ടവരായിരുന്നു ഈ ഭടന്മാർ. ലോകത്തിലെ ഏറ്റവും നല്ല വിഡ്ഢിക്ക് എൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് ഗൂഢമായി തീരുമാനിച്ച ആളായിരുന്നു രാജാവ്. രാജാവ് എന്ത് ചെയ്തു? കുളിപ്പിച്ച് മേൽത്തരം വേഷഭൂഷാദികൾ അണിയിച്ചു. സ്വതവേ സുന്ദരനായ ഇടയച്ചെറുക്കൻ കൂടുതൽ സുന്ദരനായി. അവനോട് പറഞ്ഞു, നീ വാ തുറക്കരുത്, പണ്ഡിതന്മാർ ചെയ്യുന്നത് പോലെ മൂളുക, അതുപോലെ ചില നോട്ടങ്ങളൊക്കെ നോക്കുക എന്നല്ലാതെ നീ വാ തുറന്നൊന്നും പറയാൻ പാടില്ല. വരരുചിയേക്കാൾ വിദ്വാനാണെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് താൻ വിവാഹം കഴിച്ച ഇടയൻ പമ്പര വിഡ്ഢിയാണെന്ന് രാജകുമാരിക്ക് ആദ്യ ദിവസം തന്നെ മനസ്സിലായി. തൻ്റെ ഇഷ്ടദേവതയായ കാളിയെ തപസ്സുകൊണ്ട് പ്രീതിപ്പെടുത്തിയ രാജകുമാരി തൻ്റെ ഭർത്താവിനെ ലോകോത്തര വിദ്വാനാക്കാൻ അങ്ങ് അനുഗ്രഹിക്കണം എന്ന വരം കാളിയിൽ നിന്നും മേടിച്ചു. അങ്ങനെ ആ യുവാവ്, മഹാവിഡ്ഢിയായ ആ യുവാവ് വിശ്വവിഖ്യാതനായ ബുദ്ധിശാലിയായി മാറി. പിന്നീട് അവൻ കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 2800 വർഷം മുമ്പ് മുതൽ 1500 വർഷം മുമ്പ് വരെ വ്യത്യസ്ത കാലഘട്ടത്തിൽ കാളിദാസൻ ജീവിച്ചിരുന്നതായിട്ട് ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായങ്ങളുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, കാളിദാസന്റെ ആസ്ഥാനമായിട്ട് എല്ലാവരും പറയുന്നത് ഉജ്ജയിനി നഗരമാണ്. തൻ്റെ സാഹിത്യ രചനകളിലൂടെ കാളിദാസൻ അക്കാലത്തെ സമൂഹത്തിൻ്റെ ഭരണ സാമൂഹ്യ കുടുംബ മൂല്യങ്ങളും ആചാര വിചാരങ്ങളും വരച്ചു കാണിച്ചു തന്നു. ഹൃദയഹാരിയായ കാവ്യാത്മകമായി അവ വരച്ചു കാണിക്കുവാനുള്ള മിടുക്ക് അദ്ദേഹത്തിൻ്റെത് അപാരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓരോ വരിയും ഓരോ ശ്ലോകവും തിളക്കമാർന്ന സാഹിത്യരത്നങ്ങളാണ്. തൻ്റെ രചനയിലൂടെ കാളിദാസൻ മാനവരാശിയുടെ സർഗവൈഭവത്തെ എല്ലാവിധ സഹജ സാധ്യതകളോടും കൂടി ഉത്തുംഗ ശൃംഗത്തിലെത്തിച്ചു. ഉപമകളിലൂടെ തൻ്റെ കഥാപാത്രങ്ങളുടെ ചിത്രം അനുവാചക ലോകത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം കൊത്തിവച്ചു. ദിലീപന്റെയും രഘുവിൻ്റെയും സാമ്യത്തെപ്പറ്റി പ്രവർത്തിതോ ദീപ ഇവ പ്രദീപ എന്ന വാക്യം അദ്ദേഹം പറഞ്ഞു. അതായത് ഒന്നിൽ നിന്ന് കൊളുത്തിയ മറ്റൊരു വിളക്ക് പോലെ എന്ന്. ഋതുക്കളുടെ സുന്ദര വർണ്ണനയുള്ള ഋതുസംഹാരം, വിന്ധ്യ മുതൽ തിബത്ത് വരെയുള്ള ഭൂപ്രകൃതിയും ജനസമൂഹത്തെയും വർണ്ണിക്കുന്ന മേഘദൂത് എന്നിവ അദ്ദേഹത്തിൻ്റെ ഖണ്ഡകാവ്യങ്ങളാണ്. കുമാരസംഭവത്തിൽ കാർത്തികേയൻ എന്ന ശിവകുമാരന്റെ ജന്മത്തിനു മുമ്പുള്ള സംഭവങ്ങളാണ് വിവരിക്കുന്നത്. രഘുവംശത്തിൽ ദിലീപൻ, രഘു മുതൽ അഗ്നിവർണ്ണൻ വരെയുള്ളവരുടെ ഭരണകാല വർണ്ണനയാണ്. ദശരഥൻ, രാമൻ, ലവൻ, കുശന് ശേഷമുള്ള 21 വംശം ഈ വർണ്ണനയിൽ ഉൾപ്പെടുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഥാവിഷയം വിവിധ സുന്ദര സാഹിത്യ വിഭവങ്ങൾ വിളമ്പാനുള്ളൊരു തളിക മാത്രമാണ്. കുമാരസംഭവവും രഘുവംശവുമാണ് അദ്ദേഹത്തിൻ്റെ കാവ്യങ്ങൾ. മാളവികയും അഗ്നിമിത്രനും തമ്മിലുള്ള പ്രേമം വർണ്ണിക്കുന്ന മാളവികാഗ്നിമിത്രം, ദുഷ്യന്തൻ, ശകുന്തള, ഭരതൻ എന്നിവരുടെ കഥയായ അഭിജ്ഞാന ശാകുന്തളം, പുരൂരവസിൻ്റെയും ഉർവശിയുടെയും പ്രേമകഥയായ വിക്രമോർവശീയം എന്നീ നാടകൃതികളും കാളിദാസന്റെ രചനകളാണ്. എല്ലാം ലോകോത്തര നിലവാരം പുറത്തുന്ന ശ്രേഷ്ഠ രചനകളാണെങ്കിലും അഭിജ്ഞാന ശാകുന്തളമാണ് ഈ സാഹിത്യകൃതികളിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. കാളിദാസന്റെ കൃതികൾ ഏകദേശം എല്ലാ ഭാരതീയ വൈദേശിക ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു. ആ മഹാപ്രതിഭയെ
ഏകാത്മതാ സ്തോത്രത്തിലൂടെ നാം നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.